ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഓണം സീരീസിൽ ഇന്ന് ഒരു സ്പെഷ്യൽ ഇഞ്ചിക്കറിയുമായാണ് വന്നിരിക്കുന്നത്. ഇഞ്ചിപ്പുളി അല്ലെങ്കിൽ പുളി ഇഞ്ചി എല്ലാവരും ഉണ്ടാക്കാറുണ്ട്. ഇത് ഒരു സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞല്ലോ. ആദ്യം പുളി വെള്ളത്തിലിട്ട് വെക്കാം. കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് സ്പൂൺ വെച്ചോ കത്തി വെച്ചോ തോലെല്ലാം കളയാം. ചിലർക്ക് സ്പൂൺ കൊണ്ട് തോല് കളയാൻ വളരെ എളുപ്പമായിരിക്കും. ഞാൻ കത്തിയാണ് പ്രിഫർ ചെയ്യണത്. എനിക്ക് കത്തി വെച്ച് ചെയ്താൽ മാത്രമേ കിട്ടുന്നുള്ളൂ. ഇഞ്ചി വട്ടത്തിൽ തിൻ സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുക്കണം. ഓരോ സ്ലൈസും ഇത്ര കട്ടി മതി. ഇങ്ങനെ എല്ലാ ഇഞ്ചിയും മുറിച്ചെടുക്കാം. ഇത്രയും പീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനെ എണ്ണയിലിട്ട് മുരിച്ചെടുക്കണം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. ഡീപ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഇളക്കി തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്യണം. ചെറിയൊരു ക്ഷമയൊക്കെ വേണം. പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട് ഹൈ ഫ്ലെയിമിലിടരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് മുരിച്ചെടുക്കാം. കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. ആവശ്യത്തിന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി അതിനെ കോരി മാറ്റാം. ഈ ഫ്രൈ ചെയ്തെടുത്ത ഇഞ്ചി കഷ്ണങ്ങൾ നല്ലപോലെ തണുത്ത ശേഷം തരുതരുപ്പായി ഒന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെ ഇഞ്ചിക്കറി വെച്ചവരുണ്ടോ? ഞാനിത് ആദ്യമായാണ് ട്രൈ ചെയ്യുന്നത്. വ്യത്യസ്തമായൊരു രുചിയായിരുന്നു ഇഞ്ചിക്കറിക്ക്. ഇഞ്ചി എണ്ണയിൽ വറുത്തു വരുമ്പോൾ നല്ല മണമായിരിക്കും. അപ്പോൾ നമുക്ക് കറി വെച്ച് തുടങ്ങാം. ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കടുക് പൊട്ടിക്കണം. അടുത്തതാണ് സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്. ലോ ഫ്ലെയിമിലിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. സാധാരണ ഇഞ്ചിക്കറി വെക്കുമ്പോൾ നമ്മൾ ഇത് ഇടാറില്ല. വെളുത്തുള്ളി ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയിട്ട് ഒന്നുകൂടി വഴറ്റാം. ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കണം. ഫ്ലെയിം ലോയിൽ തന്നെ വെക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 നുള്ള് ഉലുവാപ്പൊടി, 2 നുള്ള് കായപ്പൊടി കൂടിയിട്ട് കരിയാതെ ഇളക്കി മൊരിച്ചെടുക്കാം. മസാലപ്പൊടികളുടെ പച്ചമണമെല്ലാം മാറുമ്പോൾ നേരത്തെ വെള്ളത്തിലിട്ട പുളിയില്ലേ, അതൊന്ന് പിഴിഞ്ഞൊഴിക്കാം. ഇളം ചൂടുവെള്ളത്തിലാണ് പുളി ഇട്ട് വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് കുതിർന്നു വരും. ഈ കൂട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ വറുത്ത് പൊടിച്ചു വെച്ച ആ ഇഞ്ചിയില്ലേ, അത് ഇട്ട് കൊടുത്ത് മിക്സി ജാർ കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അത്രയും വെള്ളം മതിയാവും. 1/2 ടീസ്പൂൺ ഉപ്പും ചെറിയൊരു പീസ് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം. ശർക്കര ഒന്ന് അലിഞ്ഞു വരണം. പൊടിച്ചിട്ട് കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞു കിട്ടും. ഈ ഓണത്തിന് ഇതുപോലൊരു ഇഞ്ചിക്കറി ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആർക്കാണ് ഒരു ചേഞ്ച് ഇഷ്ടമല്ലാത്തത്? ഇഞ്ചിക്കറി നല്ലപോലെ തിളച്ച് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് അതിന്റെ കൺസിസ്റ്റൻസി. തണുക്കുമ്പം വീണ്ടും തിക്കാവും. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അങ്ങനെ പാനിലിരുന്ന് നല്ലപോലെ തണുത്ത ഇഞ്ചിക്കറിയാണിത്. നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. സദ്യക്കുള്ള ഇഞ്ചിക്കറി എന്ന് പറയുമ്പോൾ അത് ഇലയിലിട്ടാൽ അവിടെ ഇരിക്കണം. അതങ്ങ് ഒഴുകി പോകരുത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ റെസിപ്പിയും വീഡിയോ ഒക്കെ ഇഷ്ടമായോ എങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്കും ഫ്രണ്ട്സിനെല്ലാം ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം പുതിയ റെസിപ്പി, പുതിയ വീഡിയോ. ബൈ.